നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ചില കൗതുകങ്ങളിലേക്ക് ചരിത്രത്താൾ. മത്സരമോഹം എല്ലാവരെയും പിടികൂടുന്ന ഇക്കാലത്ത് മത്സരിക്കാനേ മോഹമില്ലാതിരുന്ന ഒരാളെക്കുറിച്ചാണ് ഇന്ന്. തോപ്പിൽ ഭാസിയെക്കുറിച്ച് തന്നെ. തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ ഭാസി ജയിച്ചത് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഒരു വാചകം മൂലമായിരുന്നു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ തോപ്പിൽ ഭാസിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത വോട്ടർമാരുള്ള മണ്ഡലത്തിലേക്ക് ഭാസിയെ ഒരു കൈ നോക്കാൻ അയക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.എൻ. ഗോവിന്ദൻ നായർ. പാർട്ടി തീരുമാനം ശിരസ വഹിച്ച് തോപ്പിൽ ഭാസി മണ്ഡലത്തിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ഏതാനും തൊഴിലാളി സഖാക്കൾ മാത്രം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് ഒരു മുറി കണ്ടെത്താൻ പോലും നന്നേ ബുദ്ധിമുട്ടിയ സ്ഥാനാർത്ഥി. ഒടുവിൽ ഒരു സ്ത്രീ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു. മുറി തരാം. തൻ്റെ വഴിയോര ചായക്കടയോട് ചേർന്നുള്ള ആടിനെ കെട്ടുന്ന ചായ്പ്. ഇനി കഥയുടെ രണ്ടാം ഭാഗം. കോൺഗ്രസിലെ NG ചാക്കോ ആയിരുന്നു എതിരാളി. കമ്മ്യൂണിസ്റ്റ് ആയാലും നായർ സ്ഥാനാർത്ഥിയാണോ വോട്ട് ചെയ്യാം എന്ന് മന്നത്ത് പത്മനാഭൻ കരയോഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്ന കാലം. പക്ഷേ കരയോഗം കൂടുന്നിടത്ത് വന്ന് പിന്തുണ തേടണം എന്ന് തോപ്പിൽ ഭാസിയോട് സമുദായ നേതാക്കളിൽ പലരും നിർദ്ദേശിച്ചു. എന്നാൽ ആട്ടിൻ ചായ്പിലെ കമ്മിറ്റി ഓഫീസിൽ താൻ വൈകിട്ട് 5 മണി വരെ ഉണ്ടാകും, മന്നത്തിന് വേണമെങ്കിൽ തന്നെ വന്ന് കാണാം എന്നായിരുന്നു തോപ്പിൽ ഭാസിയുടെ മറുപടി. ഭാസിയുടെ ധിക്കാരം മന്നത്തിൻ്റെ ചെവിയിലെത്തി. തോപ്പിൽ ഭാസിയുടെ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് മന്നം പറഞ്ഞുവത്രേ, അവനാണ് തന്തയ്ക്ക് പിറന്ന നായർ, എന്തു വില കൊടുത്തും അവനെ ജയിപ്പിക്കണം. തോൽക്കാൻ നിശ്ചയിച്ചു വന്ന തോപ്പിൽ ഭാസി 7648 വോട്ടിന് അട്ടിമറി വിജയം നേടിയതാണ് ഈ കഥയുടെ ആൻറ്റി ക്ലൈമാക്സ്. ഇന്നത്തെ കാലത്താണെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പരാമർശമാണിതെന്ന് പറയാം. എങ്കിലും നിലപാടുകളുടെ രാജകുമാരന്മാരായിരുന്നു അന്നത്തെ നേതാക്കൾ. മന്നത്ത് പത്മനാഭനുമതെ, തോപ്പിൽ ഭാസിയുമതെ.